ഈ മേഖലയിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം അതിന് കുറച്ചുകൂടി സഹായകരമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 20-ാം തീയതി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇത് കോച്ചൊരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാൽ റെയിലിൻ്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിന് 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇത് 3ഉം യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ഇതിന് നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കണം. ഇപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അടുത്ത മാസം 10-ാം തീയതിയാണ് ഇപ്പോൾ ഇത് സെപ്റ്റംബർ 10-നാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ പറയായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് FIR ഇടണമെന്ന്. അത് പറയാൻ സാധിക്കാതെ വന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി പറഞ്ഞു, കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. അത് തന്നെ ഏറെക്കുറെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FIR ഇടാൻ അദ്ദേഹം പറയോ ഇതിൻ്റെ ഭാഗമായി, ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി FIR ഇടണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം FIR ഇടാൻ സാധിക്കില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി കേസിൽ ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയതാണ്. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ബിഫോർ ദി ലോ ഒരു വാലിഡിറ്റിയും ഇല്ലാത്തതാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അതെ പറഞ്ഞത്. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞത്, ഇത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 10ഓടുകൂടി ഇത് റെയിലിൻ്റെ മുകളിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആദ്യം തന്നെ 20-ാം തീയതി തന്നെ ഇത് പറഞ്ഞതാണ്, എഞ്ചിൻ ഒരു ഭാഗത്തും കോച്ച് ഒരു ഭാഗത്തുമുള്ളത്. ഇത് റെയിലിൻ്റെ മുകളിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് 3 ദിവസം മുമ്പേ തന്നെ ഞാനിത് പറഞ്ഞതാണ്. അതിനെ സാധൂകരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ പരാമർശം ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന് ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണല്ലോ ഇതിനെ വെച്ചത്. ഇത് വെച്ചത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. ഇനി അതിൻ്റെ റെയിലിൻ്റെ മുകളിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ ചില ക്ലിയറൻസ് കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് കോടതി പറഞ്ഞത്. ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട ചില പ്രശ്നമുണ്ട്. കാരണം പരാതിക്കാർ മുമ്പിലില്ല, പരാതിക്കാർ പിൻപിലാണുള്ളത്. ആ പിൻപിലുള്ള പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങളുടെ മൊഴി പറഞ്ഞോളണം, ഞങ്ങളുടെ പരാതി നിങ്ങൾ പറഞ്ഞോളണം എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഏതാണ്ട് പിക്ചർ റെഡിയായിട്ട് വരികയാണ്. യാതൊരു സംശയവും വേണ്ട, ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇത്തിക്കണ്ണികളെയും പുഴുക്കുത്തുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടായിരിക്കും ബഹുമാനപ്പെട്ട ഗവൺമെൻറ് സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്.